ഇസ്തിഖാറ ചെയ്താൽ മനസ്സിലായോ പറഞ്ഞത്? അന്ന് നടക്കുന്നത് ഖൈറുണ്ടാവില്ല. പിന്നെ അള്ളാഹുവിനെ അറിയാലോ കാര്യം. ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്നതിൽ ഖൈറുണ്ടാവും ചെയ്യും. അപ്പൊ നമ്മളെ തേടിന് വരും. അപ്പൊ അതിന്റെ സമയമായിരിക്കും. ഏതൊരു കാര്യത്തിന് എന്ത് ചെയ്യണം? ഇസ്തിഖാറ ചെയ്യണം. ഏതൊരു കാര്യത്തിനും. ഇനി ഒരാൾക്ക് അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക എന്ന ദുആ ചൊല്ലാൻ കിട്ടൂലേ? മലയാളത്തിൽ പറഞ്ഞാളാ, അല്ലാഹ് ഞാൻ ഇന്നാലൊരു കാര്യം നിയത്ത് ചെയ്താണ് 2 റക്അത്ത് നിസ്കരിച്ച്, നിനക്കറിയാലോ ഞാൻ ഖൈറിനെ നിന്നോട് തേടുന്നു, നിന്റെ ഖുദ്റത്തിൽ മുൻകടന്ന കാര്യമല്ലേ റബ്ബേ, അതുകൊണ്ട് എനിക്കതിൽ ഖൈറുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടാ, അല്ലെങ്കിൽ ഈ പറയേ ഫസ്രിഫു അന്നീ എന്നല്ലേ അതിന്റെ അവസാന ഭാഗം. അത് എനിക്ക് ഖൈറില്ലെങ്കിൽ ഇന്നെ തൊട്ടത് തട്ടിത്തിരിച്ച് പറേ, അത് എനിക്ക് ഖൈറില്ലെങ്കിൽ അപ്പൊ പറഞ്ഞതിനർത്ഥം നാട്ടിൽ ഖൈറില്ലെങ്കിലല്ല. ഒരു പെണ്ണിനെ ഒരാൾക്കെട്ടിൽ ഖൈറുണ്ടാവില്ല, വേറെ ആൾക്ക് ഖൈറുണ്ടാവും. നമ്മളും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മളും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ അഭിപ്രായമായിരിക്കും. മഹാന്മാർ മഹദികൾ ഒരു കാര്യം ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് അറിയിപ്പ് കിട്ടും. ഹത്താ റഅത് ഫിൽ മനാമി, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സ്വപ്നത്തിൽ കണ്ടതാണ് ആര്? ഹന്നത്ത് ബീവി. അപ്പോൾ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ നിന്നാണ് ഈ പണിയെടുക്കുന്നത്. അതായത് തോന്നിയതുപോലെ ചെയ്യുകയല്ല. തോന്നിയതുപോലെ ചെയ്യുന്ന ഒരാളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യം റബ്ബിന് ഇല്ല. അതാണ് ഇസ്തിഖാറത്തിന്റെ പ്രാധാന്യം. കാര്യങ്ങൾക്കൊക്കെ ഇലാഹിയായ ഒരു ഈദാന്, ഒരു ഇലാമ് ലഭിക്കുന്ന അത്ര ഒരു പ്രാധാന്യമൊന്നും നമുക്കില്ല. നമ്മളൊക്കെ അവാമുന്നാസാണ്, സാധാരണക്കാരാണ്. പക്ഷേ നമുക്ക് ഇസ്തിഖാറ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ചെയ്യാൻ ഒരാൾ വിചാരിക്കുകയും അയാൾ അതിൽ ഇസ്തിഖാറ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ആ കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഒരു കാര്യം ഒരാൾ ചെയ്യുകയും വലം യസ്തഖിറിലില്ലാഹ്, അള്ളാഹുവോട് അവൻ ഇസ്തിഖാറ ചെയ്തില്ലെങ്കിൽ ഫഇന്നമാ ദിമ്മത്തുഹാ അലൈഹി, അതിന്റെ ഉത്തരവാദിത്തം അവനിൽ നിക്ഷിപ്തമായിരിക്കുമെന്നും ഔക്കമാക്കാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ വളരെ ഇത് ചിന്തിക്കണം. അവരൊരു കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നൊരു സമ്മതം വേണം, അല്ലാതെ ഒരു കാലെടുത്ത് വെക്കൂല. നമ്മളെപ്പോലെയല്ല മഹാന്മാരും മഹദികളും. മഹാന്മാരാകുന്നത് എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സമ്മതമില്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുകയില്ല. എന്ത് കാര്യം അവരങ്ങനെ അല്ലാതെ ചെയ്യൂല. നമുക്ക് നമ്മുടെ ഹവ മികക്കും. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഹവയുടെ ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ അംബിയാ ഔലിയാന്റെ പ്രവർത്തനങ്ങൾ ഹവയുടെ ഉൽപ്പന്നങ്ങളല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് പണം ഉംറക്കുവാൻ തോന്നി അവിടെ ഉംറക്ക് പോവുക. നമ്മുടെ ഉംറ ഉണ്ടായത് എവിടുന്നാണ്? ഹവയിൽ നിന്ന്. മഹാന്മാര് മഹദികൾ ഒരു ഉംറക്കോ ഹജ്ജിനോ പോവുകയാണെങ്കിൽ അതിനു മുമ്പ് അവര് അനവധി കാലം ദുആ ചെയ്യും. ഈ ദുആയുടെ സാക്ഷാത്കാരം പിന്നീട് അല്ലാഹു തആല സ്വപ്നം മുഖേനയോ മറ്റോ കാണിച്ചു കൊടുക്കും. ക്ഷണിച്ചിട്ട് വരുന്നതും ക്ഷണിക്കാതെ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്രകാരം വേറെയും ചില രംഗങ്ങളിൽ കാണാം. എന്ത്? ചില മഹാന്മാരായ ആളുകളെ സിയാറത്തിന് പോകുന്നവര്. ഈ സിയാറത്തിന് പോകുക എന്നത് അവിടെയും 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, കാമിലായ ഒരു ഷെയ്ഖിന്റെ ഇതിനുമായി പ്രകാരം പോയാൽ അത് താമത്തായ സിയാറത്തായിരിക്കും. അല്ല, അവനിൽ അള്ളാഹുവിൽ നിന്നൊരു അറിയിപ്പ് അതിന്റെ അടിസ്ഥാനത്തിലാകാലും അത് അതിന്റെ അവസ്ഥയിലാവും. നമ്മളെ ഏകദേശ സിയാറത്തുകളെല്ലാം ഇന്നൊരു ഊട്ടിപ്പോക്കാണ്. ആരെ പറഞ്ഞ് ഇല്ല, ഹവ. മുറക്കുവാൻ തോന്നിയപ്പോ മുറക്കുപോയി, അജ്ജിനോൻ തോന്നിയപ്പോ അജ്ജിനോയി. അവര് കർമ്മത്തിൽ അവരുടെ പ്രാധാന്യം ആ കർമ്മത്തിന്റെ തൗഫീഖിലാണ്. നമ്മൾ കർമ്മം അങ്ങനെ കൂട്ടണം. അതിന്റെ തൗഫീഖിനെ പറ്റി നമ്മൾ ആലോചിക്കണേ ഇല്ല. നമ്മൾ കോഴിക്കുട്ടിയെ വാങ്ങിയിട്ട് കോഴിനെ അങ്ങനെ പോറ്റി കോഴിക്കളങ്ങനെ ഉണ്ടാക്കുകയാണ്. കമ്പനി ആവശ്യപ്പെട്ട പ്രകാരമാണെങ്കിൽ നമുക്ക് കൊല്ലേണ്ടി വരില്ല. ഇപ്പൊ എല്ലാവരും കോഴിക്കളെ കൊല്ലുകയാണ്. അള്ളാഹുവിൽ ഞാൻ കോഴിക്കച്ചവടം തുടങ്ങണോ പടച്ചോനെ റബ്ബിനോട് അമ്മയും ചോദിച്ചു. ഇസ്തിഖാറ 3 ദിവസമെങ്കിലും ആവർത്തിക്കണം. ഒരു ഇസ്തിഖാറ ചെയ്യുമ്പോൾ ഇസ്തിഖാറ 3 തവണ ആവർത്തിക്കാനാണ് ഇസ്തിഖാറിന്റെ താമായ അവസ്ഥ. അങ്ങനെയാണ്. അതായത് സ്വലാത്തുൽ ഇസ്തിഖാറ, ഒരാൾ സ്വലാത്തുൽ ഇസ്തിഖാറ ചെയ്യുകയാണെങ്കിൽ മഹാന്മാരായ മശായിഖന്മാർ ചെയ്യുന്ന വിധാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു വട്ടം ചെയ്യുന്ന ഇസ്തിഖാറ അല്ല എന്നല്ല. ഒരു ഇസ്തിഖാറ തന്നെ 3 വട്ടം അവർ ആവർത്തിക്കും മഹാന്മാരും മഹദികളും. എന്തിനും
ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് നല്ല കാര്യമല്ലേ? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് നല്ല കാര്യമല്ലേ? പിന്നെന്തിനാ അള്ളാഹിന്റെ സമ്മതം വേറെ? അള്ളാഹിന്റെ സമ്മതം കിട്ടിയിട്ടല്ലേ ക്ഷണിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് അള്ളാഹിന്റെ സമ്മതം കിട്ടിയിട്ടാണ്. നമ്മളാണ് ക്ഷണിക്കുന്നത്. കുറച്ച് ആളുകൾ താടിയും കൂട്ടി അങ്ങനെ നടക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 തവണ 3 ദിവസമായി ചെയ്യുന്നതിലായിരിക്കും അതിൻ്റെ താമായ അവസ്ഥ എന്ന് ഇസ്തിഖാറയെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തസവിഫീങ്ങളായ ആളുകൾ, അതായത് നിങ്ങളിപ്പം പിന്നെ ഒരു കച്ചവട പീടിക നടത്തുക, ഒരു കച്ചവടം, അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ. അത് നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ കച്ചവടം. ചിലപ്പോൾ നമ്മളെല്ലാം മുതലൊക്കെ പോകാൻ അത് മതിയോ? നാട് വിടാനും അക്കച്ചവടം തന്നെ മതിയോ? അപ്പൊ ഇന്നൊരു ഇസ്തിഖാറ ചെയ്ത്, നാളെയും ചെയ്ത്, മറ്റന്നാളും ചെയ്ത്, ചില ഇസ്തിഖാറകൾക്ക് നെഹസ് പോലും നോക്കും. നെഹസിന്റെ ഔക്കാത്തുകളിൽ ചെയ്യൂല. ചാത്തം മാതമില്ലാത്ത മനുഷ്യന്മാർക്ക് എന്ത് നെഹസ്? നെഹസ് നോക്കുക എന്നൊരു സംഗതി ഉണ്ട് മനുഷ്യന്മാർക്കിടയിൽ. എന്തുകൊണ്ട്? എല്ലാ ദിവസവും ഒരുപോലെ അല്ല, എല്ലാ സമയങ്ങളും ഒരുപോലെ അല്ല. അപ്പൊ അതിന് സമയം തരമൊക്കെ നോക്കി ചെയ്യണം. ഉദാഹരണം, ഒരു ഇസ്തിഖാറ ഒരാൾ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം. കാരണം ആ സമയത്ത് ഖൈറിനെ തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിന്റെ ഫളിലിനെ തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹിന്റെ ഫളിൽ തേടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങാടിയിലൊരു പീടിക തുടങ്ങണോ ഇല്ലേ എന്ന് ആദ്യം അള്ളാഹിനോട് ചോദിച്ചു. എപ്പോ? വെള്ളിയാഴ്ച ജുമാഞ്ഞ്, ജുമാന്റെ നിസ്കാരം അതിന്റെ ഔറാറും ഒക്കെ കഴിഞ്ഞു. നമ്മൾ പള്ളിയിൽ ഇസ്തിഖാറ ചെയ്തു. ശനിയാഴ്ചയും ചെയ്തു, ഞായറാഴ്ചയും ചെയ്തു, തിങ്കളാഴ്ച മുന്നിട്ടു. അള്ളാഹിന്റെ ഹബീബിന്റെ ദിവസമാണല്ലോ തിങ്കളാഴ്ച. വഅൻത സ്വായിമുൻ, വഅൻത സ്വായിമുൻ. നീ ആരുമാണ് അന്ന്? നോമ്പുകാരനാണ്. ബിസ്മി ചൊല്ലി ഇറങ്ങി. നടക്കാൻ പറ്റുകയാണെങ്കിൽ നടത്തിക്കൊണ്ടോ റബ്ബേ. ഒരാളും വരാതെ നിൽക്കുന്ന ഒരു പീടിയ മുറി ഒഴിവുണ്ട്, വാടകക്ക് കൊടുക്കപ്പെടും എന്നതിന്റെ മുന്നിൽ ബോർഡും കണ്ടു. നമുക്കതൊരു പച്ചക്കറി പീടിയ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ നോക്കിയും വെച്ച് പോയി അഡ്വാൻസ് കൊടുക്കണ്ട. ഇസ്തിഖാറ ചെയ്ത ആളാ. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഇസ്തിഖാറ ചെയ്ത് 4-ാം ദിവസം നോമ്പ് വാജിബൊന്നുമല്ല. പ്രത്യേകിച്ച് ഒരു ഖൈറായ അമലിന് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ സമ്പൂർണമായ അള്ളാഹുവിന്റെ ത്വാഅത്തിലാകാൻ വേണ്ടി അപ്പൊ അങ്ങനെ പറഞ്ഞ് തിങ്കളാഴ്ച ഇറങ്ങി. വഅൻത സ്വായിമുൻ, തിങ്കളാഴ്ച ആരുമാണ്? നോമ്പുകാരനാണ്. ബിൽഡിങ്ങിന്റെ ഓണർ അടുത്ത് പോയി, ഞങ്ങൾ ആ മറ്റേ പീടി അവിടെ ഏരിയച്ചിട്ടുണ്ടല്ലോ, അത് നോക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് തരി, എനിക്കൊരു പച്ചക്കറിയാണ്. അപ്പൊ പറഞ്ഞു, പടച്ചോൻ എൻ്റെ കുഞ്ഞുമേമരെ ഇന്നലെ വൈകുന്നേരം വരണ്ടേ, അത് കൊടുത്തോല്ലടാ. അൽഹംദുലില്ലാ. അതിൽ ഹൈറുണ്ടാവില്ല, അതിൽ ഹൈറുണ്ടാവില്ല. ഒരാൾ എന്ത് ചെയ്ത് ചായക്ക് 4 ഉറുപ്പ്യയും കടിക്ക് 4 ഉറുപ്പ്യയും എന്നുള്ളത് ചായക്ക് 5-ഉം കടിക്ക് 5-ഉം ആക്കി 10 പറ്റുമോ എന്ന കാര്യത്തിൽ ഇസ്തിഖാറ ചെയ്തു. ഞാനറിയുന്ന ഒരാൾ എന്ന് കൂട്ടിക്കോ. 4 ഉറുപ്പ്യ ചായക്കും 4 ഉറുപ്പ്യ കടിക്കുള്ള സമയത്ത് ചിലർക്കൊക്കെ 10 ഉറുപ്പ്യയും അങ്ങനെയൊക്കെ വാങ്ങുന്ന പീടികകളുണ്ട്. 4 ഉറുപ്പ്യ ചായ, 4 ഉറുപ്പ്യ കടി. അങ്ങനെ ഇസ്തിഖാറ ചെയ്ത് എന്ത് 5 ഉറുപ്പ്യ ആക്കാൻ പറ്റുമോ എന്ന് ഇസ്തിഖാറ ചെയ്ത്. ഇസ്തിഖാറ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കിട്ടുന്ന വിവരം എന്താണെന്നറിയോ? ആ പീടിക ശരിയില്ല. ഇതുകൊണ്ടാണ് കഴിഞ്ഞു പോണതും. പിന്നെ ആ പീടിയനോട് ഞാൻ മടുപ്പാണ് വന്ന്. കച്ചവടം നടന്നു വന്നൊരു പീടിയ 4 ഉറുപ്പ്യ ചായക്കും 4 ഉറുപ്പ്യ കടിക്കും ആയി ഇങ്ങനെ കൊടുത്ത് വൈമന്ന് കിട്ടുന്നത് വരുമാനം കൊണ്ട് ജീവിക്കാണ്. അപ്പൊ 5 ഉറുപ്പ്യ ആക്കാൻ പറ്റുമോ ഇസ്തിഖാറ ചെയ്ത്. അപ്പോൾ ഒരു മടുപ്പ് വന്നു. എന്തിനോട്? ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്, പീടിയനോട്. പിന്നെ അപ്പഴത്തിനെ വാടക പുതുക്കേണ്ട സമയമായി. അക്കൊല്ലം വാടക പുതുക്കിയില്ല. അപ്പൊ സ്വാഭാവികമായും പീടിയ നഷ്ടപ്പെട്ട്. പിന്നെ ഒരാഴ്ച അങ്ങോട്ടും കൊണ്ട് നടക്കുന്നതിനിടയിൽ വലിയൊരു ടൗണിൽ നിന്ന് വലിയൊരു വിളി വന്ന്, എനിക്ക് ചായക്കച്ചവടം നിർത്തിക്കണെന്ന് കേൾക്കണ്, അവിടെ സൗകര്യം ഇങ്ങോട്ട് വന്നു. അപ്പൊ അവിടെ ചെന്ന ഉടനെ തന്നെ നിർബന്ധം, ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തുടങ്ങിക്കോന്ന് കോലത്തിലാക്കണേ. അങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ അവിടെയാണ് തുടങ്ങി. പൊടിപാറി കച്ചവടം നിന്ന് തിരിയാൻ തരല്ല, പൈസ കൊണ്ടാണ് കുടുങ്ങി. ഈ ആൾ ഇന്നും മരിച്ചിട്ടില്ല.
ഇസ്തിഹാറിന്റെ നാട്ടാപ്പി പറയുന്നത്. നമ്മളെ ഏത് പ്രവർത്തനം ഹവയാണ്. നമ്മളെ കാര്യം നമ്മളെ അജ്ജിന് നോക്കുകയാണോ അത് ഹവേ. എന്തിനാ അജ്ജിനോന്ന്? അപ്പൊ അജ്ജിനാൻ തോന്നി. എന്തിനാ ഉംറക്കോന്ന് തോന്നിയാ അപ്പൊ ഉംറക്കോന്ന് തോന്നി. അള്ളാന്റെ സ്വാലിഹ്യങ്ങൾ അങ്ങനെയല്ല. അവർ മിനഇൻദി നഫ്സി ഒരു കാര്യം ചെയ്യൂല. അതൊക്കെ ആരോട് പറയും? അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹു തആല ഇൽഹാമ് ചെയ്യും. ഈ ഇൽഹാമം ചിലപ്പോൾ മനാമായിരിക്കും, ചിലപ്പോൾ തൗഫീഖായിരിക്കും. തൗഫീഖ് ഞാൻ പറഞ്ഞുതരാം. തൗഫീഖ് നമ്മള് ഹജ്ജിന് പോകാൻ വേണ്ടി ഇസ്തിഖാറ ചെയ്ത് 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 3-ാം ദിവസം കല്യാണപ്പരി പോയി. അപ്പൊ നമ്മളെ ഒരു പ്രധാനപ്പെട്ട പരിചയക്കാരൻ ഹജ്ജിന് ആളെ കൊണ്ടുപോണ ആള് അവിടെ വെച്ച് കണ്ടുമുട്ടി. ഇശ്വർ പോരിനോ കൊല്ലോ പോരുണ്ടെങ്കിൽ വേഗം പാസ്പോർട്ട് കൊണ്ടാ. പൈസ എൻ്റെ കയ്യിലില്ല. പൈസ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ പാസ്പോർട്ട് കൊണ്ടാ. അതുകൊണ്ട് ഞാൻ നാളെ കൊണ്ടുവരാം. നാളെ കൊണ്ടുവരണില്ല. അപ്പൊ മറ്റോ വന്നവൻ തന്നെ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻ്റെ കയ്യിൽ ചാക്കി എടുത്ത് പറഞ്ഞു, ഡാ കുഞ്ഞാമിന്റെ പേരിൽ പാസ്പോർട്ട് ഉണ്ടോന്ന് പോയി വേഗം തരാൻ പറഞ്ഞ എൻ്റെ പെണ്ണുങ്ങളോട്. ഓൻ തന്നെ പാസ്പോർട്ട് കൊണ്ടുവരിച്ച്, ഓൻ തന്നെ അടിച്ച്. ഇതെന്തിന്റെ ഫല? ഇസ്തിഖാറ. എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഒരു കിതാബ് അത്യാവശ്യമായി. എനിക്ക് അത്യാവശ്യമായി. ആ കിതാബ് കേരളത്തിൽ ഒരു മാർക്കറ്റിലും ഇല്ല, ഗൾഫിലേ ഉള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ കിതാബ് കിട്ടണം. അത്ര അത്യാവശ്യമുള്ള ഒരു കിതാബ്. അങ്ങനെ ആ വിഷയത്തിൽ ഇസ്തിഖാറ ചെയ്തു. അങ്ങനെ ഞാൻ ഒരാൾക്ക് വിളിച്ച്, ഗൾഫിലുള്ള ഒരാൾക്ക് വിളിച്ച്. അപ്പോ പറഞ്ഞ്, അൽഹംദുലില്ലാ നിങ്ങളെ വിളിച്ചേ നന്നായി ഉസ്താദേ. ഞാൻ ഈ കിതാബ് നമ്മളെ നാട്ടിലെ കോളേജിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് ഒരാളെ കയ്യിൽ. അയാൾ ഇപ്പൊ പുറപ്പെടാണ്. കോളേജിൽ എത്തിക്കാൻ കോളേജുകാരോട് പറഞ്ഞിട്ടില്ല. ഇയാളോട് പറഞ്ഞ കോളേജ് കൊടുത്താളേ. കോളേജിനോട് പറയാത്തോണ്ട് അത് നിങ്ങൾക്ക് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത ആൾ വരുമ്പോ ആ കിതാബ് ഞാൻ പിന്നെ വാങ്ങി കൊടുത്തയച്ചോളൂ. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞപ്പോ എനിക്ക് പറ്റൊന്നല്ല അത്ഭുതം. എങ്ങനെ ഇപ്പൊ നിങ്ങൾ എനിക്ക് വിളിച്ച്? അതെനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഒരു വിഷയമില്ലാത്തൊരു സംഭവം. ഞാൻ ഇന്നലെ ആ കിതാബ് കൊടുത്തിട്ട് ഒരു പെട്ടി കെട്ടി. നിങ്ങൾ ഇന്ന് വിളിച്ചാൽ പോലും നടക്കാത്ത കാര്യം എന്തുകൊണ്ട് ഒരു പെട്ടി കെട്ടി പോയി. അതുകൊണ്ട് ഈ തവണ നിങ്ങൾ വിളിച്ചാൽ പോലും നടക്കൂലായിരുന്നു. പക്ഷെ ഈ കിതാബ് ഇന്ത്യ നാട്ടിലെ കോളേജിക്ക് വേണ്ടി ഞാൻ ഇന്നലെ രാത്രി കൊണ്ടേ അവരെ പെട്ടിയിൽ വെച്ചു കൊടുത്ത്. പെട്ടി കെട്ടിപ്പോയി. നിങ്ങൾക്കൊന്നും കയറൂല്ല. നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഈ കിതാബിന് ആവശ്യമായി? ഈ കിതാബിനെ കോളേജിൽ അയച്ചു കൊടുക്കാൻ എനിക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ ഇസ്തിഖാറിന്റെ വില എന്താണെന്ന് വിചാരിച്ച്? ശനിയാഴ്ചയാണ് വിളിക്കണത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച, ഇന്നലെയല്ല മേലത്തെ ശനിയാഴ്ച. അയാൾ പറയാണ്, ഈ പറഞ്ഞ ആള് പറയാണ്, സ്ഥലേ കണ്ണൂർ എയർപോർട്ടിൽ സുബഹിക്ക് 5:30 മണിക്ക് അവർ ഇറങ്ങും. അതുകൊണ്ട് വടകരയാണ് അയാളെ വീട്. ഉസ്താദ് രാവിലെ ഒരാളെ പറഞ്ഞാൽ ഇറങ്ങും. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച്, എയർപോർട്ടിൽ നിന്ന് വരുമ്പോ വാങ്ങാന്ന് ഞാൻ വിചാരിച്ച എന്താണ് അറിയോ? കോഴിക്കോട് എയർപോർട്ടിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അല്ലാതെ ഒരു ചിന്ത നമ്മളെ മനസ്സിലില്ലല്ലോ. അപ്പൊ നമ്മളെ കോഴിക്കോട് ക്ലാസ്സും കഴിഞ്ഞ് പോകുമ്പോൾ നേരത്ത് അവർ എയർപോർട്ടിൽ നിന്ന് വരുന്ന നേരമായിരിക്കും. 5:30 മണിക്ക് ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയാൽ 6:30-7 മണിക്കൊക്കെ ഔട്ടായി. അപ്പൊ നമ്മൾ കോഴിക്കോട് ക്ലാസ്സിന് പോകുന്ന നേരത്ത് ആരെങ്കിലും ബൈപ്പാസിലൂടെ നിർത്തിയാൽ, തൊണ്ടയാടോ മറ്റോ നിർത്തിയാൽ അയാൾ അതിനാ കിതാബ് വാങ്ങാം ഇതും വിചാരിച്ചത്. പിന്നെ അയാൾ വിവരം പറഞ്ഞ ഇയാൾ കണ്ണൂർക്കാണ് ഉസ്താദെ വരുന്നത്. അപ്പൊ നിങ്ങളൊരാളെ പറഞ്ഞേക്കണം. അപ്പൊ എന്റെ മനസ്സിൽ ഒരാളില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? സുബഹി നിസ്കാരത്തിന് വേണ്ടി എണീറ്റ് വിവരം പിടുത്തപ്പോഴും ഇല്ല. എങ്ങനെ കിതാബ് കിട്ടുക? വടകരയാണെങ്കിൽ ഈ ആഴ്ച ഒരു പരിപാടി ഇല്ലാണ്. പിന്നെ എങ്ങനെ ഇപ്പൊ കിതാബ് കിട്ടുക? ഒരാളെ വടകരക്ക് പറഞ്ഞേക്കണല്ലോ. അപ്പൊ ആരെപ്പ അതിന് പറഞ്ഞു നോക്കാം? സുബഹി നിസ്കാരം കഴിഞ്ഞ് എണീറ്റപ്പോ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റപ്പോ എന്ത് ചെയ്ത്, സുബഹി നിസ്കരിക്കുന്ന മുമ്പ് എനിക്ക് ഇങ്ങനെ തോന്നി, നമ്മളെ കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ അതിലൊന്ന് മെസ്സേജ് ചെയ്തു, കുട്ടികളെ വടകര എനിക്കിങ്ങനെ ഒരു കിതാബ് എത്തും. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ മൂത്തേരത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് ആ കിതാബ് ആരെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ കഴിയോ? ശരി. കുറഞ്ഞ നേരം കൊണ്ട് ഒരാൾ പറഞ്ഞ്, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ നന്നായി, ഞാൻ കൊയിലാണ്ടി ഉണ്ട്. ഓൻ കൊയിലാണ്ടി അവിടെ എത്തേണ്ട ഒരാവശ്യമല്ല. അവൻ ആ നേരത്ത് കൊയിലാണ്ടി തോന്നെ വരെ കൊയിലാണ്ടി അല്ല, ഞാനിന്ന് കൊയിലാണ്ടി ഉണ്ട് ഉസ്താദേ. അതുകൊണ്ട് എനിക്കൂടെ അടുത്തല്ലേ. നിങ്ങൾ മനസ്സിലാക്കി എന്താ നിങ്ങൾ വിചാരിക്കണത്? 10 മണിയാകുമ്പോഴത്തേന് കിതാബ് തലേന്ന് 10 മണിക്ക് ഞങ്ങൾക്ക് വിളിച്ചിട്ടില്ല. എന്റെ മുന്നിൽ കിതാബ് എത്തി. 24 മണിക്കൂർ കഴിഞ്ഞില്ല. ഇതിനാണ് ഇസ്തിഖാറ അറിയാം. ആ കിതാബ് ഈ കഴിഞ്ഞ ആഴ്ച ദാറുൽ ഖുർആനിലെ പ്രഭാഷണത്തിൽ ഉപയോഗപ്പെടുത്തി.
അത് കിട്ടാൻ അത്യാവശ്യം നിങ്ങൾക്ക്. നമ്മൾ ചെയ്യുന്ന പണി നമ്മളെ പണിയെ ചെയ്യരുത്. നിസ്സാരപ്പെട്ട പണിയെടുക്കുകയാണെങ്കിൽ പോലും സ്വാലിഹ്യങ്ങൾ ചെയ്തതിലേക്ക് നമ്മൾ മടങ്ങിയാൽ മതി. അവരെന്ത് ചെയ്യും? ഇസ്തിഖാറ ചെയ്യും. ഹജ്ജിന് പോണോ പോണ്ടേ? ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം പറഞ്ഞുതരാം. ഹജ്ജിന് പോകാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പഴയ കാലത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്ത്? ആ നാട്ടിലെ ഏറ്റവും സ്വാലിഹായ ഒരു മഹാന്റെ അടുത്ത് പോവും. ഇങ്ങനെ പറയും, ഹജ്ജിന് പോകാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇക്കൊല്ലം. അപ്പോൾ ചില മഹാന്മാർ, ചില അകക്കണ്ണുള്ളവർ പറയും ഇക്കൊല്ലം പോണ്ട. ഒരാൾ ഉമ്രക്ക് പോകാൻ വേണ്ടിയിട്ട് തൃപ്പഞ്ചു അഹമ്മദ് മുസ്ലിയായിട്ട് സമ്മതം ചോദിക്കാൻ പോകുന്നു. അപ്പൊ പിന്നെ ഉമ്രക്ക് പോകാനാ ചോദിക്കണേ. അപ്പൊ പറഞ്ഞ് ബോംബെയിലൊക്കെ ഒന്ന് പോകാലോ എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ എങ്ങനെ ഉമ്രക്കോണം ഉദ്ദേശിച്ച അന്ന് ബോംബെ വഴിയാ പോകുക, ബോംബെയിലും പോകാലോ എന്ന് പറഞ്ഞു. 2-3 വട്ടം പറഞ്ഞു. അപ്പോൾ ബോംബെയിലൊക്കെ ഒന്ന് പോകാലോ. ഇതിന്റെ ഉദ്ദേശം ഇയാൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. പോയി ബോംബെയിൽ 2 ആഴ്ച കുത്തരം കൊണ്ട് പോകുന്നു. എന്താ ഇതിന് കാരണം? അപ്പൊ എല്ലാവരും അങ്ങനെ ഒരുപോലെയാണ് മനുഷ്യന്മാരെ. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ഈമാൻ ഇസ്ലാമിന് എന്ത് വിലയുള്ളത്? എന്താ നിങ്ങൾ വിചാരിച്ച്? ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് ചില സാരിങ്ങൾ പറയും ഇക്കൊല്ലം പോകണ്ട. അക്കൊല്ലം പോകണ്ടെന്ന് അവർ പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവും. വേഗം പോയിക്കോ, അതിനൊരു വില ഉണ്ടാവും. അവർക്ക് എന്താ? അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അകക്കണ്ണ് കൊടുത്തിട്ടുണ്ടാവും. അവർക്കപ്പുറമുള്ള ആളുകളിൽ അവർക്ക് സമ്മാനം ഉണ്ടാവും. നമ്മൾ പരിപാടി ചോദിക്കണം. അവർക്കപ്പുറമുള്ള ബന്ധങ്ങൾ അവർക്കുണ്ടാവും. ചിലേന്ന് രാത്രി സ്വപ്നത്തിൽ തലേന്ന് ഈ ആൾ കണ്ടിട്ടുണ്ടാവും. നാളെ എന്നോട് ഹജ്ജിന് പോകാൻ ചോദിച്ചുകൊണ്ട് ഒരാൾ വരും, വേഗം സമ്മാനം കൊടുത്താളട്ടാന്ന് തലേന്ന് ഇയാൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നതൊക്കെ തമാശ. നിഷേധിച്ചോട്ടെ. അള്ളാനെ നിഷേധിക്കുന്നവരുണ്ടല്ലോ, പിന്നെ ഔലിയാപ്പാപ്പാനെ നിഷേധിക്കുന്ന വിഷയം. ഇവിടെ അള്ളാനെ നിഷേധിക്കണവരില്ലേ? അതുകൊണ്ട് അല്ല ഇല്ലാതാവോ? നമ്മളെ പണിയായി ഒന്നും ചെയ്യരുത്. പെണ്ണെട്ടനോ ഇസ്തിഖാറ ചെയ്തോ, മോളെ കെട്ടിക്കണോ ഇസ്തിഖാറ ചെയ്തോ, കുടുങ്ങൂല. അള്ളാനോട് ഇസ്തിഖാറ ചെയ്തിട്ടാണ് ഒരു കല്യാണം ഉണ്ടായി നോക്കുക എങ്കിൽ കുടുങ്ങാൻ അള്ളാൻ വയ്ക്കൂല. അത് അട്ടിത്തിരിയേണ്ടതാണെങ്കിലോ തിരിഞ്ഞത് പോവും. എന്തുകൊണ്ട്? ഇസ്തിഖാറ ചെയ്തവന്റെ ഉത്തരവാദി ആരാണ്? എന്താണ് ഇസ്തിഖാറ? അള്ളാഹുവിനോട് ഖൈറാണോ എന്നാവശ്യപ്പെടുക. ആരോട്? ഇത് ശറഈയായ കാര്യല്ലേ? ഇത് പഠിപ്പിച്ചത് മുത്തനബിയല്ലേ? നമുക്ക് ഈ ദുനിയാവിലെ വലിയ കാര്യം അറിയോ? വരും വരായിക നമുക്കറിയില്ലല്ലോ. അപ്പൊ അള്ളാഹിനോട് സമ്മാനം ചോദിക്കാൻ അള്ളാഹിന്റെ ഹബീബ് വഴി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? സ്വലാത്തുൽ ഇസ്തിഖാറ. എന്തിനു സമ്മതം? അതാണ് സമ്മതപ്രകാരമാണ് ചെയ്താൽ ആണ് കൊടുത്തത്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന, 2 സൂറത്തുൽ ഇഖ്ലാസ്. പിന്നെ ഇസ്തിഖാറിന്റെ ദുആയാണ് ചെയ്യുക. എല്ലാ മൗലൂദിന്റെ കിതാബിൽ അടക്കം ഇസ്തിഖാറിന്റെ ദുആ ഉണ്ട്. എല്ലാ മൗലൂദിന്റെ കിതാബിലും ദുആന്റെ എടുക്കും എല്ലാത്തിലും ഉണ്ട്. എന്ത്? അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഗ്ഫിറുക ബിഖുദ്റതിക എന്ന് പറയുന്ന ദുആ അല്ലേ? അതാണ് ചെല്ലുക. എന്നിട്ടോ നടക്കേണ്ട നടന്നാൽ മതി. നിയത്ത് വെക്കാം. പടച്ചോനെ ഞാൻ ഇന്നാലിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്, ഖൈറാണെങ്കിൽ നടത്തിക്കൊണ്ട, ഖൈറാണെങ്കിൽ തട്ടിത്തിരിച്ചൂടെ? എല്ലാവർക്കും എപ്പോഴും എന്തും ഖൈറാവൂല. എല്ലാവർക്കും എപ്പോഴും എന്തും ഖൈറാവൂല. എല്ലാം എങ്ങനെയെല്ലാം ഖൈറാവുക? എല്ലാവർക്കും എപ്പോഴും എന്തും ഖൈറാവൂല. ചില കാര്യങ്ങൾ നമ്മളെ ലോകം നശിപ്പിക്കും. അപ്പൊ നിങ്ങളും ഞാനൊരു കൂട്ടുബന്ധം കച്ചവടം നടത്തുമ്പോൾ വേണ്ടേ ഇസ്തിഖാറ ചെയ്യണം? എന്തുകൊണ്ട്? നമ്മൾ 20 കൊല്ലമായിട്ട് ലോകിയുള്ള മനുഷ്യന്മാരാണ്. ഈ ഒരൊറ്റ കച്ചവടം മതിയാവും എന്തിന്? പിരിയാന്. മരിച്ചാലും ഒരു തിരിഞ്ഞു നോക്കൂല. നേരെ മറിച്ച് ഉസ്താദ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയമാണ്. നിങ്ങളെ പേടിയും പൂട്ടി അവിടെ പോവുകയും പിന്നെ ദിവസങ്ങളോളം നിങ്ങൾ യാസീനോട് വാർക്കുകയും ഒഴിവിട്ടുമ്പോഴൊക്കെ വാർക്കുകയും യാസീനോടും ആ ഏരിയയിൽ വന്നാൽ ഖബർ സിയാറത്ത് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ഈ ഒരൊറ്റ കച്ചവടം കൊണ്ട് അതാണ് ഇല്ലാതെയോ? തെറ്റിദ്ധാരണ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായി വരുമല്ലോ. ഉത്തരവാദി നിങ്ങളും ആവില്ല, ഉത്തരവാദി ഞാനും ആവില്ല. ലന്നെ പരജാതി വിചാരം വരും, ഏർപ്പാടാൻ മുടങ്ങും. അതാണ് ഇതെന്താ? ഇത് ബഹദിയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹാ കാലങ്ങളോളം അള്ളാഹുവോട് ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കോലം കാണിച്ചു കൊടുത്തു. എന്ത്? പള്ളിയിലുള്ള കുട്ടിയെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയാണ് നിയത്ത് ചെയ്തവാ. ആ കുട്ടിനെ കിട്ടും. അത് നിയത്ത് ചെയ്തു, അതിൽ കുട്ടിനെ കിട്ടുകയും ചെയ്തു. ഇനി ബാക്കി അള്ളാഹ് നോക്കണ്ടേ? എന്ത്? ആണായി പെണ്ണായി. പെണ്ണായതുകൊണ്ട് വരകിയതൊന്നുമില്ലല്ലോ, കുട്ടിനെ കൊണ്ട് കൊടുത്തില്ലേ, ഫലം ഉണ്ടാവില്ലേ? ഇസ്തിഖാറ ചെയ്യാതെ ഒരു അമലും ചെയ്യാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ പാടില്ല. എന്തിനും? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ
തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്തിഖാറ ചെയ്ത ഒരു കാര്യത്തിന് അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, ഇസ്തിഖാറ ചെയ്യാത്ത കാര്യം അവന്റെ ദിമ്മത്തിലാണ്, അള്ളാഹ് ഏൽക്കൂല. ഒരു ഇസ്തിഖാറ ചെയ്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? അള്ളാഹു ആണ്. എത്രയോ കാര്യം നടക്കാത്ത എനിക്ക് ഓർമ്മയുണ്ട്. ഇസ്തിഖാറ ചെയ്യും, ഒരു ദിവസം 2 ദിവസം 3 ദിവസം നടന്നിട്ടില്ല, നടക്കൂല. ഈ കഴിഞ്ഞ മാസം ഒരു കാര്യത്തിന് ഞാൻ 3 വട്ടം ഇസ്തിഖാറ ചെയ്തിട്ട് ഇന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് നടക്കുന്ന ആവശ്യം ഉണ്ടാവില്ല. നല്ല കാര്യം, നല്ല കാര്യം, പിന്നെയോ കാര്യം നടന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ ആ ചെയ്യുന്നതിൽ ഖൈർ ഉണ്ടാവില്ല. ചിലപ്പോ ഈ ഇസ്തിഖാറക്ക് ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ട് ആ സാധനം നമ്മളെ തേടി ഇങ്ങോട്ട് വരും. അതതിന്റെ സമയമായിരിക്കും. ഇസ്തിഖാറ ചെയ്താൽ മനസ്സിലായ പറഞ്ഞത് അന്ന് നടക്കുന്നത് ഖൈർ ഉണ്ടാവില്ല. പിന്നെ അള്ളാഹുവിനെ അറിയാലോ കാര്യം. ചിലപ്പോ 4 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്നതിൽ ഖൈർ ഉണ്ടാവും ചെയ്യും. അപ്പൊ നമ്മളെ തേടി വരും. അപ്പൊ അതിന്റെ സമയമായിരിക്കും. ഏതൊരു കാര്യത്തിന് എന്ത് ചെയ്യണം? ഇസ്തിഖാറ ചെയ്യണം. ഏതൊരു കാര്യത്തിനും. ഇനി ഒരാൾക്ക് അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക എന്ന ദുആ ചൊല്ലാൻ കിട്ടൂലേ? മലയാളത്തിൽ പറഞ്ഞാളാ, അല്ലാഹ് ഞാൻ ഇന്നല്ലൊരു കാര്യം നിയത്ത് ചെയ്താണ് 2 റക്അത്ത് നിസ്കരിച്ച്, നിനക്കറിയാലോ ഞാൻ ഖൈറിനെ നിന്നോട് തേടുന്നു, നിന്റെ ഖുദ്റത്തിൽ മുൻകടന്ന കാര്യമല്ലേ റബ്ബേ, അതുകൊണ്ട് എനിക്കതിൽ ഖൈറുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടാ, അല്ലെങ്കിൽ ഈ പറയേ ഫസ്രിഫു അന്നി എന്നല്ലേ അതിന്റെ അവസാന ഭാഗം. അത് എനിക്ക് ഖൈറില്ലെങ്കിൽ ജിന്നെ തൊട്ട് അത് തട്ടിത്തിരിച്ച് ഇവിടെ പറയേ, അത് എനിക്ക് ഖൈറില്ലെങ്കിൽ അപ്പൊ പറഞ്ഞതിനർത്ഥം നാട്ടിൽ ഖൈറില്ലെങ്കിലല്ല. ഒരു പെണ്ണിനെ ഒരാൾക്കെട്ടിൽ ഖൈർ ഉണ്ടാവില്ല, വേറെ ആൾക്ക് ഖൈർ ഉണ്ടാവും. ഒരുത്തനൊരു പെണ്ണിനെ പറ്റില്ലാണെങ്കിൽ ഓളവിടെ മുളക്കച്ചെറുക്കായി കിടക്കണ്ടല്ലോ. നിസ്കാരത്തിന് സമയം എന്ന് പറഞ്ഞാല് ഈ സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും അല്ലാത്ത ഏത് സമയത്തും പറ്റും. അതെ, ഖറാഅത്തിന് സമയമല്ലാത്ത ഏത് സമയം പറ്റും, ഏത് സമയം പറ്റും. രാത്രി പകലൊക്കാക. ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. എപ്പോഴും പറ്റും, രാവിലെ പറ്റും, ദുഹാന്റെ നേരത്തെ പറ്റും. അതായത് മനസ്സിൽ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാം. ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ മാഷേ, ഈ ഇറങ്ങിത്തിരിക്കാൻ ആ മനസ്സിൽ ആ കാര്യം വന്നു. എന്നിട്ട് ഞാൻ ധൃതി പിടിക്കരുത്. വേഗം ആരോട് ചോദിക്കുക? അള്ളാഹിനോട് ചോദിക്കുക. 2 or 3 വട്ടാണ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് തരും, ഇല്ലെങ്കിലോ തട്ടിത്തിരിച്ചു. പിന്നെ ഇവിടെ അള്ളാഹ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. എന്ത്? അത് നിനക്ക് നല്ലത് എത്തിച്ചെന്ന ഉത്തരവാദിത്വം അള്ളാഹ്ക്കുണ്ട്. എല്ലാവരും പോയിപ്പല്ലേ അവന് ഒരു കാര്യം ഖൈറാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇസ്തിഖാറ ചെയ്തു. ആരോട്? അള്ളാഹുവിനോട് ഇസ്തിഖാറ. പടച്ചോനെ എനിക്ക് ഇതാ ഒരു പീടിയ റൂം ഇവിടെ കിട്ടാണ്ട്, അവിടെ ചായക്കച്ചവടം തുടങ്ങിയാലോ? ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, മറ്റന്നാളും ചെയ്തു. നമ്മൾക്കിപ്പോ കുട്ടികളെ പോറ്റാനൊരു വഴിയില്ലാത്തോണ്ടല്ലേ അത് ചെയ്യണത്. നമ്മളിപ്പോ ഇതിന് മെനക്കുന്ന എന്താ? ഈ ചായയുടെ ചൂടും ഈ കടിന്റെ ചൂട് എടുത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ടാ? കുട്ടികളെ പോറ്റാനല്ലേ. അപ്പൊ അള്ളാഹിനോട് ഖൈറിനെ ചോദിച്ചു, അള്ളാഹ് ഉള്ള ആധാരം കൂടി പോകുമോ? അപ്പൊ 3 ദിവസം ഇസ്തിഖാറ ചെയ്ത് അതാണ് നടപ്പിലായില്ല. അള്ളാഹിന്റെ അടുക്കൽ നമ്മളൊരു വിഷയം വെച്ചിട്ടുണ്ട്. എന്ത്? കുട്ടികളെ പോറ്റണം. ഇതിലിപ്പോ 2 കാര്യം അള്ളാഹിനോട് എന്റെ മുന്നിൽ വെച്ചില്ലേ. ഒന്ന്, നമ്മളിപ്പോ പടച്ചോനോട് ഇസ്തിഖാറ ചെയ്യുമ്പോൾ 2 കാര്യം അവിടെ അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ വെച്ചില്ലേ. ഒന്ന്, ഈ കാര്യത്തിൽ ഖൈറുണ്ടോ? 2, എനിക്ക് എന്റെ കുട്ടികളെ പോറ്റാൻ വഴി തുറക്കാനാണ്. അതിൽ ഈ കാര്യം ഖൈറില്ലാത്തോണ്ട് അള്ളാഹ് ഞാൻ തട്ടി. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് ബാക്കിയായി? എനിക്ക് കുട്ടികളെ പോറ്റണമെന്ന് ബാക്കിയായില്ലേ. അതിന് വഴി അള്ളാഹ് തുറക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? അപ്പുറത്തും വല്യങ്ങാടി വിളിച്ചു ചേർന്ന് ഈ പീടിയാണ് പൂട്ടി. ഈ പീടിയാണ് എന്തോ ഒരു ഇഷ്ടക്കേട്, അതാണ് പൂട്ടി. സിഹാറ കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞില്ല, വിളി വന്ന് പൊടി മാറി അച്ചോണം. അപ്പൊ എന്തായി? ഇത് നിനക്ക് ഖൈർ ഉണ്ടാവൂല. ചിലപ്പോ ഈ കൊല്ലത്തെ വാടക പുതുക്കിയാൽ അടിച്ചു പിരിയും മുതലാളിനെച്ച്. ഈ 2 റുപ്യാണ് കൂട്ടി അതോടുകൂടെ വരവും നിൽക്കും ആളുകളെ. അപ്പുറത്തെ 4 റുപ്യ കൊടുക്കാൻ ആളുണ്ടാവും. അള്ളാന്റെ മുന്നിൽ എന്ത് ബാക്കിയായി? കുട്ടികളെ പോറ്റാനാണ് ഇപ്പൊ ചോദിക്കണത്. ആ വിഷയം അള്ളാന്റെ മുന്നിൽ ബാക്കിയായില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായി? ഇനിയിപ്പോ 4 ആഴ്ച തുറന്നിട്ടില്ലെങ്കിൽ തന്നെ നഷ്ടം വരാത്ത കാര്യം അങ്ങനെ നടത്തി തന്നു അപ്പുറത്ത്. ഇതാണ് അള്ളാഹുവിനോട് പറയാതെ ഒരു പണിയെടുക്കാൻ പാടില്ല. ഇതിനാണ് ഇസ്തിഖാറ എന്ന് പറയാം. ഒരാൾ ഇസ്തിഖാറ ചെയ്തിട്ട് ഒരു അമൽ ചെയ്താൽ അള്ളാന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഇസ്തിഖാറ ചെയ്താൽ അവന്റെ ഉത്തരവാദിത്തത്തിലാണ്. ലൈസ ലില്ലാഹി ദിമ്മ. ആ വിഷയത്തിൽ ആർക്കും ഉത്തരവാദിത്തമല്ല, അള്ളാഹ്ക്ക് ഉത്തരവാദിത്തമല്ല. ഇതല്ലേ പരിശുദ്ധ ദീന്. ഇതിനൊരു വഴി അള്ളാഹു എന്റെ ഹബീബ് തുറന്നു തന്നിട്ടില്ലേ? സ്വലാത്തുൽ ഇസ്തിഖാറ. എന്താ ചെയ്താല്? നമ്മളെ ഏത് കാര്യം ഇന്ന് ഹവയാണ്. ഹജ്ജിനോണോ ഹവ, ഉംറക്കോണോ ഹവ, ഊട്ടി പോണോ ഹവ. നമ്മളെ ഹജ്ജിന് പോക്കും ഊട്ടിക്ക് പോകും നമ്മൾ എന്താ വ്യത്യാസം? നേരെ വെളുക്കുമ്പോൾ കുട്ടികളെല്ലാവരും കൂടിയപ്പോൾ തോന്നി പിന്നെ 2 ആഴ്ച സ്റ്റഡി ലീവാണ്. അപ്പൊ നമുക്ക് നാളെ ഊട്ടി പോകല്ലടാ. പോകാപ്പ. അപ്പോൾ തണ്ടക്കും തള്ളക്കും തോന്നി നമുക്കണ്ട് ഉമ്മറക്ക് പോയാലോ? ഉമ്മർക്ക് പോവുക. നമ്മളിപ്പോ പോണത് എവിടുക്കാം? പടച്ചോനെ ഭരിക്കല്ലേ. അതിന് അവിടെ ഒരു ഫോൺ ചെയ്യാൻ ചോദിക്കണ്ടേ, ഞങ്ങൾ വരുന്നുണ്ട്, പറ്റുന്ന സമയമാണോ?
ഇസ്തിഖാറ 3 ദിവസം ചെയ്ത്, ഇസ്തിഖാറ 3 ദിവസം ചെയ്ത്, 3ാമത്തെ ദിവസം എന്ത് ചെയ്ത്, നമ്മളിങ്ങനെ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളെ കാക്ക വന്ന് പിന്നെ മാളൂനൊരു കല്യാണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് അവിടെ ഒന്ന് പോകണം. ചുരുക്കത്തിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പോകാൻ പറ്റൂല, ഇനി പെര കാണാൻ പോകണം, നിശ്ചയത്തിന് പോകണം, അതിനിടയ്ക്ക് പോയാൽ അത് മതി ഇക്കാക്കി നമ്മൾ തെറ്റാൻ. സത്യത്തിൽ ഇക്കാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? അല്ലാഹു. എനിക്കും പോകാനുള്ള നമ്മ അയച്ചില്ല. നേരെ മറിച്ച് ഇല്ലെങ്കിൽ ഇക്കാക്ക് അങ്ങോട്ട് വരും പിറ്റേന്ന് രാവിലെ, എടാ നമുക്ക് ആരെങ്കിലും മക്കത്തെ മറ്റേ പോകണമെങ്കിൽ അതൊന്നാണ് ദ്വാർപ്പിക്കായിരുന്നു, ഞാൻ വിചാരിച്ചത് പുതിയാപ്പിളാണ്ട് ഒത്തു കിട്ടുന്നില്ല. അപ്പൊ പറയുന്നത് അതിക്കാക്കെ ഞാൻ പോകാൻ തീരുമാനിച്ചിന്ന്. അല്ലാതില്ല, നന്നായി. ഒന്ന് നേരെ നടത്തി നന്ന്, ഒന്ന് നേരെ എന്ത് ചെയ്ത് അവിടെ എന്ത് എന്റെ സമയാവൂല. അത് അള്ളാന്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അള്ളഹാനോട് സമ്മതം ചോദിക്കട്ടെ. ഇതിനാണ് എന്ത് പറയാ, ഹജ്ജിന്റെ ബാബിലില്ലേ, ഹജ്ജിന്റെ ബാബിൽ ഈലാഹിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾ ആദ്യമായി എന്ത് ചെയ്യണം? ഫഅലൈഹിൽ ഇസ്തിഖാറ, അവൻ എന്ത് ചെയ്യണം? ഇസ്തിഖാറ ചെയ്യണം. വഅലൈഹിൽ ഇസ്തിശാറ, സാലിഹ്യങ്ങളോട് മുശാവറ ചെയ്യണം. വഅലൈഹി ജംഉൽ മാലിൽ ഹലാലി, ഹലാലായ മുതലുണ്ടാക്കാൻ നോക്കണം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഇസ്തിഖാറ. അതായത് ഈ കൊല്ലം ഹജ്ജിന് പോകുന്നതിൽ ഖൈറുണ്ടോ അല്ലേ അത് നോക്കണം. ഹജ്ജ് ഖൈറന്നല്ലേ? അതെന്ത് വർത്താന, അതെന്ത് വർത്തമാനാണ് പറയുന്നത്? അതൊന്നും നമ്മക്കറിയില്ലല്ലോ. ഹജ്ജിന് പോകാന്നാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ ഖൈറല്ലേ? എങ്ങനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹിന് സമ്മതം കിട്ടിയിട്ട് ക്ഷണിച്ചു. അപ്പൊ യഥാർത്ഥ പ്രബോധനായി. മറ്റൊരു ഏർപ്പാടേ ആവുള്ളൂ, പ്രബോധനാവൂല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിലേക്ക് അള്ളാഹിന്റെ സമ്മതപ്രകാരം ക്ഷണിച്ചു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ? നമ്മൾ എന്തിനും നല്ല കാര്യം അറിയാം. അള്ളാഹ് നമ്മ ഉണ്ടോ? അള്ളാഹ് നമ്മ വേണം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹിന് സമ്മതം കിട്ടിയപ്പോ ക്ഷണിച്ചാൽ ഇനി ബാക്കി നടത്തി കൊടുക്കേണ്ടത് ആരാ? അള്ളാഹു. തന്നെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും തന്നിഷ്ട. ഹജ്ജിന് പോകണമെങ്കിൽ തന്നിഷ്ടം, ഉമ്രക്ക് പോകണമെങ്കിൽ തന്നിഷ്ടം, കച്ചവടം തുടങ്ങണമെങ്കിൽ തന്നിഷ്ടം. പിന്നെ പീടിയൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി എന്നാണ് പറയും പോട്ടണ അവസ്ഥയിലാണ് ഉസ്താദെ. ആരോട് ചോദിച്ചു തുടങ്ങിയത്? കൂട്ടുമ്പോ മോലിയരോട് വന്ന് പറയും. ഇത് മോലിയരോടും അല്ല പറഞ്ഞിട്ട് ആരോടാ പറയണ്ടത്? അള്ളാഹോട് പറയാൻ. അതിന് വഴി അള്ളാഹ് നമുക്ക് തുറന്നു തന്നിട്ടില്ലേ? എന്ത്? സ്വലാത്തുൽ ഇസ്തിഖാറ. ഒരു ഖൈറിനെ തേടാതെ ഒരു അമൽ നിസ്കരിച്ച് ഖൈറിനെ തേടാതെ ഒരു അമൽ ചെയ്യാൻ പാടില്ല. പടച്ചോനെ ഖൈറാണെങ്കിൽ നടത്തി തരണേ, വഇൻ കാന ശർറൻ ലി, ആ കാര്യം എനിക്ക് ഷർറാണെങ്കിൽ ഫസ്രിഫു അന്നി, ഫസ്രിഫുഹു അന്നി, ആ കാര്യം എന്നെ തൊട്ട് നീ ഒഴിവാക്കി തട്ടിക്കളയണേ പടച്ചോനെ. ഇതിനൊരു നിസ്കാരം തന്നെയല്ലേ സ്വലാത്തുൽ ഇസ്തിഖാറ? ഏത് കാര്യത്തിന് ഇസ്തിഖാറ ചെയ്യുന്ന ആളുകളൊന്ന് കൈയൊന്നിക്ക്. 1 2 അയ്യേ താടി എന്തിനാ നരച്ചു എന്നപ്പോ എനിക്ക് നിങ്ങളൊക്കെ താടി നരച്ചോലെ എന്തിനാ ഇവിടെ വന്നിരുന്നു ഞാൻ എന്തെങ്കിലും വിചാരിച്ച്. അവന്റെ ഉത്തരവാദി പിന്നെ ആരാണ്? അള്ളാഹുവാണ്. ഇസ്തിഖാറ ചെയ്താൽ അയാളെ ഉത്തരവാദി ആരായി? ഇസ്തിഖാറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉത്തരവാദി ആരായി? അള്ളാഹുവായി. എല്ലാ കിതാബിലുണ്ട് ഇസ്തിഖാറത്തെ നിസ്കാരം, എല്ലാ പരിഭാഷയിലുണ്ട്, എല്ലാ അമൽ നിസ്കാരത്തിലുണ്ട്, എല്ലാ മൗലിദിന്റെ ഏടിലുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ ചെല്ലേണ്ടത്. ചെല്ലാനൊന്നുമില്ല. അള്ളാഹുവേ ഞാൻ ഇന്ന വിഷയത്തിൽ ഖൈറിനെ ചോദിച്ചുകൊണ്ട് ഞാനിതാ നിസ്കരിക്കുന്നു, തക്ബീർ കിട്ടുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ആ 2 റക്അത്ത് സലാം കിട്ടുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഗ്ഫിറുക ബിഖുദ്റതിക എന്ന ദുആ ഉണ്ട്. 2-3-4 വരി. അതാണ് ദുആ ഇറക്കുക. ദുആ ഇറക്കാൻ കിട്ടൂല, മലയാളത്തിലേ അറിയുള്ളൂ. ഞാൻ പറയാ പടച്ചോനെ ഞാൻ ഈ നിസ്കരിച്ചത് ഞാൻ ഇന്നൊരു വിഷയം ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കിത് ഖൈറാണെങ്കിൽ നടത്തിത്തരൻ, എനിക്കിത് ഖൈറല്ലെങ്കിലോ തട്ടി തിരിച്ചു വിടണം, ഞാൻ അതിമ കുടുങ്ങരുത്. നമുക്ക് നമ്മളൊരു പുതിയാപ്പിളയായി എടുക്കാൻ ഉദ്ദേശിച്ച നല്ല ചൊങ്കനായ ചെക്കൻ അവന്റെ ബാപ്പാനോടോ കാക്കാനോടോ പോയി പറയണം, ജി എന്താ ഞങ്ങളാ കുട്ടിയെ എനിക്കിട്ട് തരും എൻ്റെ മകൾക്ക് എന്ന് പറയാൻ നമ്മളിങ്ങനെ ഒരുങ്ങിയപ്പോൾ ഇസ്തിഖാറ ചെയ്ത് 1 ദിവസം കഴിഞ്ഞ് ഇസ്തിഖാറ, 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഇസ്തിഖാറ കഴിഞ്ഞ് നോക്കുമ്പോൾ പോന്റെ പോരന്റെ മുറ്റത്ത് 2 വണ്ടിയും ആളും പോലെ ഒരുക്കവും പോക്കൊക്കെ തന്നെ കാണുക. അപ്പൊ എന്റെ ഒരു പെണ്ണ് കൊണ്ട് വന്ന് ഒക്കെ ഏകദേശം ഇരിക്കുക.
അതിന് മൈനെന്താ? നമ്മൾ ഇസ്തിഖാറ അല്ലാഹ് സ്വീകരിച്ച് ഓനെനക്ക് പറ്റൂല. ചൊറുക്കും ചേലും മൂക്കും മോറും ഒക്കെ കണ്ടിട്ട് കുടുങ്ങിയോലില്ലേ, അത് വിളഞ്ഞി കണ്ണി പോലെ കുടുങ്ങിയില്ലേ. പിന്നെ കൈ അങ്ങോട്ട് കൊടുക്കണത് വരെ നമ്മളെടുത്ത മുതല് കൈ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ മുതലായില്ലേ. പിന്നെ ആ കൈ തിരിച്ചൊന്ന് കിട്ടണമെങ്കിൽ കുടുങ്ങും നമ്മള്. നാട്ടിലുള്ളവര് മുഴുവൻ മദ്യം പറഞ്ഞാലും കൈ തിരിച്ചരൂല. എന്ത് ഞാനിത് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടേ ഇവനെ നമുക്കിവിടെ ഒറ്റൂല്ല. നേരെ മറിച്ച് അള്ളാനോട് ചോദിച്ച് നടന്ന കല്യാണാണെങ്കിൽ അത് കെട്ടേണ്ടതേ കെട്ടു, വിടേണ്ടത് വിടും. അതിനാരുണ്ടാവും? അവിടെ അള്ളാഹ്. അതിനല്ലേ മുസ്തഫ നബിക്ക് നിസ്കാരം തന്നത്? എന്ത് സ്വലാത്തുൽ ഇസ്തിഖാറ. ഇത്രയേറെ വയസ്സായിട്ട് നിങ്ങൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ അയ്യയ്യേ. ആ മുഅയ്യന കാര്യത്തിലാണ്. ഇന്നാലിന്റെ കാര്യത്തിൽ എനിക്ക് കയ്യിലുണ്ടെങ്കിൽ നടത്തി തരണം. നമ്മളെ മുന്നിൽ ഒരു വിഷയം വന്നു. സൂറത്ത് തന്നെ 1-ാമത്തെ റക്അത്തിൽ. അത് ഞാൻ നിങ്ങളോട് പൊതു കാര്യം പറഞ്ഞുതരാം. ഏത് ഖാസായ സൂറത്ത് പറയാത്ത നിസ്കാരവും 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അതന്നെയാണ് എല്ലാ നിസ്കാരത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതെന്തിനാ? നമ്മളെ ഏത് കാര്യം ഇന്ന് ഹവയുടെ ഉൽപ്പന്നമാണ്, നമുക്ക് തോന്നിയത് ചെയ്യാണ്. ഞാനിവിടെ ഹന്നത്ത് ബീവിയെ പറ്റി പറയാനുള്ള കാരണം എന്ത്? ഹന്നത്ത് ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഇൽഹാം ഉണ്ടായി. ആ ഇൽഹാം എങ്ങനെ? റുയ. എന്തുണ്ടായി? സ്വപ്നമുണ്ടായി. കുട്ടി വേണോ? എന്നാ അങ്ങനെയാണ് പറഞ്ഞാളാ. എങ്ങനെ? നീ നദർതു മാഫി ബത്നി, നീ നദർതു ലക മാഫി ബത്നി മുഹററ. നിന്റെ വയറ്റിൽ ആയിക്കഴിഞ്ഞ നേർച്ച ഉദ്ദേശിക്ക്. എന്നിട്ട് പള്ളിയിൽ ഉണ്ടായിക്കള നേർച്ച വെച്ചാളാ. ആയിക്കോട്ടെ, ഞാൻ തയ്യാറായി റബ്ബേ. മനസ്സിലായോ? ആ ഉടനെ തന്നെ എൻ്റെ ഒരു പള്ളിയിലുണ്ടായി. അപ്പൊ നേർച്ച ആവർത്തിച്ചു, പറഞ്ഞും ചെയ്തു. അതാണ് പറഞ്ഞത്. അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യല്ല. പിന്നെ അതിൽ എന്തുണ്ടായി? എന്തുണ്ടായി? പെൺകുട്ടി ഉണ്ടായി. ആ ആയത്ത് നോക്കണേ. ഹന്നത്ത് ബീവി മറിയമ്മിനെ പ്രസവിച്ച കാലത്ത് ഹന്നത്ത് ബീവി പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ. പടച്ചോനെ, ഞാൻ ഈ കുട്ടിയെ പ്രസവിച്ചത് പെൺകുട്ടിയാണല്ലോ, ആയിട്ടാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത്. പ്രസവിക്കപ്പെട്ട കുട്ടി ആരാണെന്ന് ആർക്കറിയാം? അല്ലാഹുക്ക് അറിയും ചെയ്യാം. പിന്നെ വലൈസ ദക്കറു, ആൺകുട്ടിയല്ല, കല്ലുൻസ, പെൺകുട്ടിയെ പോലെ. പെൺകുട്ടി ആൺകുട്ടിനെ പോലെ അല്ല എന്നല്ലേ പറയണ്ടേ? ആൺകുട്ടി പെൺകുട്ടിനെ പോലെ അല്ല എന്നല്ലേ ഇവിടെ പറഞ്ഞേ? എന്റെ ആയത്ത് പേച്ചോ? ഇവിടെ പറയേണ്ടത് വലൈസൽ ഉൻസാക്കരി എന്നല്ലേ? പെൺകുട്ടി ആൺകുട്ടിനെ പോലെ ആവൂലല്ലോ എന്നല്ലേ പറയേണ്ടത്? പറഞ്ഞത് എന്താ? ആൺകുട്ടി പെൺകുട്ടിനെ പോലെ ആവൂല എന്നല്ലേ? ആൺകുട്ടി പെൺകുട്ടിനെ പോലെ അല്ല എന്നല്ലേ പറഞ്ഞത്? പറയണ്ട എന്താ? പെൺകുട്ടി ആൺകുട്ടിനെ പോലെ ആവൂല എന്നല്ലേ പറയണ്ടത്? പറഞ്ഞെന്താ? ആൺകുട്ടി പെൺകുട്ടിനെ പോലെ ആവൂല എന്നല്ലേ പറഞ്ഞേ? എന്താ ഇവിടെ പറയണ്ടേ? പെൺകുട്ടി ആൺകുട്ടിയെ പോലെ അല്ലല്ലോ. പക്ഷെ അങ്ങനെ ഹന്നത്ത് പറഞ്ഞിട്ടില്ല. ഹന്നത്ത് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്യുകയും അള്ളാഹു എന്നെ സ്വപ്നത്തിൽ അറിയിച്ചു തരുകയും ചെയ്ത പ്രകാരം നേർച്ചയാക്കി കിട്ടിയ പെൺകുട്ടി, അത് ഞാൻ ആഗ്രഹിച്ച ആൺകുട്ടി അങ്ങനെ ആവുകയില്ല. വലൈസ ദക്കറു, ഞാൻ ആഗ്രഹിച്ച ആൺകുട്ടിയല്ല. കൽ ഉൻസ, പടച്ചോൻ തന്നെ പെൺകുട്ടിയെ പോലെ ഒരിക്കലും ആവൂല. അപ്പോൾ ഇവിടെ പെൺകുട്ടി മേലെയായി. ആരെക്കാൾ? ആൺകുട്ടിയേക്കാൾ. ഇവിടെ ആൺകുട്ടിയാ മോശം. ഇക്കാര്യത്തിൽ വലൈസ ദക്കറു, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ആഗ്രഹിച്ച ആൺകുട്ടിയാവുകയില്ല. കൽ ഉൻസ, ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് അള്ളാഹു എനിക്ക് സമ്മാനിച്ചു തന്ന പെൺകുട്ടിയെ പോലെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച ആൺകുട്ടി എത്തൂല. അപ്പോൾ ഇവിടെ അള്ളാഹു തന്ന സമ്മാനം വലിയതാണ്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നേർച്ചയാക്കിയതാണ്. പെൺകുട്ടിനെ നേർച്ചയാക്കുന്ന പരിപാടി ഏൽപ്പിച്ച ആൾ ആരാണ്? അള്ളാണ്. ഒരിങ്ങനെ കൊണ്ടയാണ് കൊടുത്ത് ഓലാണ് ഏറ്റെടുത്തും ചെയ്ത്. ഈ പെൺകുട്ടി ഒരാണിനും തൊടാൻ പറ്റാത്ത പെൺകുട്ടിയാണ്. ഇത് ഞാൻ ആഗ്രഹിച്ചല്ല. ആര് എന്നാണ്? ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരുത്തൻ ഓന്റെ ഹറാമിനി എന്നാൽ ഓന്റെ അവസാനം അന്നായിരിക്കും. കാരണം കൽ ഉൻസ, ഇത് അള്ളാഹു എനിക്ക് സമ്മാനം തന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ പോലെ ആകാൻ ആ കുട്ടി കഴിയൂല. ശൈത്താനും വരൂല, ശൈത്താനും വരൂല. എന്തിനെ? പ്രസവിച്ച ഉടനെ ഈ ഹന്നത്ത് പറഞ്ഞ വാക്ക് വന്നാൽ
നമ്മളെ കുട്ടിക്ക് വരെ ശൈത്താന്റെ സ്വാധീനം കുറയും എന്നായത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആൺകുട്ടി ഈ പെൺകുട്ടീനെ അവിടെ എത്തൂലെന്ന് പറഞ്ഞത്. ആൺകുട്ടി എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ആഗ്രഹിച്ചത്, പെൺകുട്ടി പഠിച്ചോ തന്ന കുട്ടി. അത് എനിക്ക് തോന്നിയമായി തന്നല്ല, അള്ള പറഞ്ഞത് ചെയ്തിട്ട് കിട്ടിയ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടീന്റെ അത്ര അവിടേക്കെത്താൻ ഒരാൺകുട്ടിക്ക് കഴിയൂല. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നറിയോ? ആബിദ് സ്വയം ഇഷ്ടപ്രകാരം ചെയ്താൽ അള്ളാഹിനെ പൊരുത്തണ്ടാവില്ല. ഇവിടെ ആബിദ് ആരഭിപ്രായം ചെയ്യാണ്, അതിന്റെ കാര്യം നടത്തേണ്ട ആരാണ്? അള്ളാഹുവാണ്. ഞാൻ കുട്ടീനെ മരുഭൂമിനെ നടുവിട്ട് പോയാലും ഓത് ചുക്കും പറ്റൂല. കാരണം അത് അള്ളാഹ് തന്നാണ്, ഞാൻ കൊതിച്ചതല്ല. ഞാൻ കൊതിച്ചത് എന്തിനാ? ആ കുട്ടി ഞാൻ കൊതിച്ചതിൽ ശൈത്താൻ ഉണ്ടാവും, അള്ളാഹ് തന്നതിൽ ശൈത്താൻ ഉണ്ടാവില്ല. അത് അള്ളാഹ് പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തിട്ടാണ്. എൻ്റെ പള്ളിയിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ നേർച്ചയാക്കിന്ന് പറഞ്ഞത് അള്ളാഹ്, പെൺകുട്ടിനെ തന്നതും അള്ളാഹ്. അപ്പൊ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇവിടെ ആവശ്യമുണ്ട്? എന്തുകൊണ്ട്? ഈ പെൺകുട്ടിയാണെങ്കിൽ ദജ്ജാലിനെ ശരിയാക്കേണ്ട ആൺകുട്ടിന്റെ അമ്മ ഇവിടെ വളർത്തണം. ഈ പെൺകുട്ടിയുടെ സ്ഥാനം ആർക്കില്ല, ആൺകുട്ടിക്ക്. ഇത് ആരാ? അമ്പിയാക്കളല്ല, ഇത് നബിയല്ലല്ലോ, പെൺകുട്ടിയല്ലേ. ഈ പെൺകുട്ടിയെ പറ്റി പറഞ്ഞ ആയത്തേരാ. എത്ര ഇസ്തഫ പറഞ്ഞു? ഇതാണ് എന്റെ വായന. ഏത് വായന? ഞാൻ ആഗ്രഹിച്ച ആൺകുട്ടി എവിടെ എത്തൂല, കല്ലുന്ത അള്ള തന്ന പെൺകുട്ടിന്റെ അവിടെ എത്തൂല. അത് മുതലാണിത്. ഇത് ലക്ഷക്കണക്കിന് ആണുങ്ങളെക്കാൾ വലിയതാണ്. എന്ത്? ഈ പെണ്ണ്. ഈ പെണ്ണിന് കുട്ടി ഉണ്ടാവും. അന്നത്തെ ആഗ്രഹിച്ച ആൺകുട്ടിനെ കിട്ടും ചെയ്തു. കെട്ടിക്കാൽ തന്നെ കല്യാണമല്ല, സൽക്കാരല്ല, വീട്ടിൽ കൂടലില്ല, ഒന്നുമില്ല. ഒറ്റക്കണ മുളച്ചു. മറിയമ്മില് ഒറ്റക്ക് മുളച്ചു. എന്ത്? അന്നത്തെ ആഗ്രഹിച്ച ആൺകുട്ടി പിന്നെ അള്ളാഹ് സമ്മാനമായി കൊടുത്തു. മറ്റത് അന്നത്തെ ആഗ്രഹിച്ച മാതിരി കൊടുക്കലായിരിക്കും. അള്ളാഹ് സമ്മാനാക്കിയാണ് കൊടുത്തപ്പോഴോ മറിയമിന്റെ ആൺകുട്ടിയെ എങ്ങാനും ദജ്ജാല് കണ്ടുപോയാൽ വെള്ളത്തിലിട്ട ഉപ്പുരുകും പോലെ ഈസാനെ കണ്ടാൽ ദജ്ജാൽ ഉരുകും. മറിയമിനെ കെട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അന്നത്തെ ആഗ്രഹിച്ച ആൺകുട്ടിയെ അള്ളാഹ് കൊടുത്ത്, അള്ളാന്റെ വക കൊടുത്ത്. ആർക്ക്? ഹന്നത്തിന്റെ കുട്ടി കൊടുത്ത്. അപ്പൊ ഹന്നത്തിന് ആരുമായി? ആൺകുട്ടിയായി, പെൺകുട്ടിയുമായി. നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യരുത്. ഏത് കാര്യം ആരോട് പറയണം? അവനോട് പറയണം. എന്തും അള്ളാഹുവിനോട് പറയണം. അവനാണ് അവിടെ മക്കാരൻ, അവനാണ് അല്ലാമുൽ ഖുയൂബ്. നമ്മൾ തോന്നിയ മാതിരി ചെയ്താൽ നമ്മൾ കുടുങ്ങും. എന്തും അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്യണം. ഇസ്തിഖാറ ചെയ്തിട്ടോ പറ്റൂലേ? വേണ്ട. കിട്ടിയില്ലേ? വേണ്ട. അതിനുണ്ടാവില്ല. അതല്ലേ ദീനിനൊരു ഫലം വേണ്ടേ? ദീനിന്റെ ഫലം ഇവിടെ തന്നെ കിട്ടണ്ടേ? മരിച്ചിട്ട് മാത്രല്ലല്ലോ, ഇവിടുന്ന് കിട്ടണ്ടേ? അതായത് അള്ളാഹു എനിക്ക് തന്ന പെണ്ണിനെ പോലെ ആരാവൂല. ഞാൻ കുറിച്ച ആണാവൂല. അപ്പൊ ഞാൻ കുറിച്ച പോട്ടെ, ആര് വിളിച്ച വരട്ടെ, അള്ള വിളിച്ച വന്നോട്ടെ. അത് കിട്ടിയാലോ? ദുനിയാവിലെ ആണുങ്ങൾ മുഴുവനും മെനക്കെട്ടാലും മറിയമിനെ പേപ്പിക്കാൻ കഴിയൂല. പിന്നെ പള്ളിയിലല്ല പന്തലിട്ടലെന്താ? ലോകം കണ്ട അതിസുന്ദരിയാണ് ആര്? മറിയം ബീവി. ആയിരക്കണക്കായ മനുഷ്യന്മാര് ആണുങ്ങൾ ദിവസം വന്നു പോണ പള്ളിയാണേത്? ബൈത്തുൽ മുഖദ്ദസ്. അക്കാലത്തും എക്കാലത്തും നൂറുകണക്കായ അഹ്ബാറുകളുണ്ട് അക്കാലത്ത് അവിടെ. അഹ്ബാർ എന്നാൽ പുരോഹിതന്മാര്. പക്ഷേ ഇവർക്കൊന്നവരെ മനസ്സ് പോലും എവിടേക്ക് പോകൂല, മറിയമിന്റെ അടുത്ത് പോവുകയില്ല. ഓരോർക്കും അവരെ സ്വന്തം മകളെ പോലെയാണ് തോന്നുക. എന്തുകൊണ്ട്? ആ കുട്ടിയോട് അങ്ങനെ തോന്നാൻ പാടുള്ളൂ എന്ന് മനസ്സിലായിട്ട് കൊടുക്കും അല്ലാഹ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? മറിയം ബീവിക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോൾ ബേജാറായത്. മറിയമ്മേ ഇത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. മറ്റെന്താ പറയാ, ആണുങ്ങളെ ഈ പാർപ്പിക്കുമ്പോൾ നോക്കണം. അപ്പൊ നമുക്കൊക്കെ ഉറപ്പന്നല്ലേ, ഇത്രയും ആണുങ്ങൾ വന്നുകൊണ്ടിടത്തിട്ട് പെൺകുട്ടീനെ പിന്നെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉള്ള ചുരുക്കും ജയിലും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടീനെ ഇട്ട് പോയാല് അതൊക്കെ വേണ്ടത് വേണ്ടാത്തതൊക്കെ നടക്കുന്ന കാര്യം ഉറപ്പന്നല്ലേ? അങ്ങനെയല്ലേ ഒരു പറയാ? എന്റെ ഒരു പറഞ്ഞ് ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല.
ചെയ്യൂല, നിനക്ക് നടക്കാത്ത കാര്യം എന്നല്ലേ ഞങ്ങൾ വിചാരിച്ച്, പിന്നെ എങ്ങനെ ഇതുണ്ടായത്? അപ്പോൾ എന്ത് ചെയ്തേ? കുട്ടിയാണ് പറഞ്ഞ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറകൻ. എന്റെ അമ്മാനെ തെറ്റിദ്ധരിക്കാൻ പോലും പാടില്ല. എന്റെ അമ്മാനെ തെറ്റിദ്ധരിച്ച ഞങ്ങൾ നരകത്ത് ചാടും. അപ്പൊ കുട്ടി പറഞ്ഞേ, കാരണം മറിയമ്മിനെ തെറ്റിദ്ധരിച്ചാൽ പോലും അവർക്ക് കുരുത്തക്കേട് പറ്റും. ആ കുട്ടിന്റെ അമ്മാനെ പറ്റി മറ്റുള്ളവർ തെറ്റിദ്ധാരണ വരെ പറയാൻ പാടില്ല. കാരണം അത്ര വലിയ സ്ഥാനം അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ആര്? മറിയമേ. അതാ പറഞ്ഞ പോലെ ഏതൊരാണും ഈ പെണ്ണിനെ പോലെ ആകൂല എന്നാണ് പറഞ്ഞത്. അള്ളാഹു അങ്ങനെ നമ്മൾ മറിയം ബീവിനെ കിട്ടുന്നല്ല പറഞ്ഞതിന് മായന. നമ്മൾ ഇസ്തിഖാറ ചെയ്ത് നിസ്കരിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയോടത്ത് ആരിടപെടും? അള്ളാഹു ഇടപെടും. എല്ലാത്തിലും അള്ളാഹു ഇടപെടും. വല്ലാതെ മെനക്കെടേണ്ടി വരൂല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരോ പെണ്ണുങ്ങൾ പറഞ്ഞ്, കുടുംബക്കാരത്തി പെണ്ണുങ്ങൾ പറഞ്ഞ്, അല്ല അലിയെ ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കുന്നുണ്ടെന്നാണല്ലോ, കെട്ടിച്ചു കൊടുക്കാനായി എന്നാണല്ലോ തോന്നുന്നത്. കല്യാണക്കാർ പലരും വരുന്നുണ്ടല്ലോ നബിൻ്റെ അടുത്ത്, പെണ്ണിട്ടാൻ പറ്റിയ ആണെന്നെ എൻ്റെ ചെയ്യും, ഒന്ന് പോയി നോക്ക്. അതിനൊന്നും എനിക്കാവൂല, എൻ്റെ 10 വയസ്സല്ല, ഇച്ചോട്ട് പോയി ചോദിച്ചു നോക്ക്. പൈസന്റെ കാര്യം പിന്നല്ലേ, പൈസ ഉള്ളവർ മാത്രമല്ലോ, അതിനൊക്കെ അള്ളാഹു വഴി പറഞ്ഞതല്ലേ. നിർബന്ധിച്ച് അലിയാ റളിയല്ലാഹു പറഞ്ഞേ, ഞാൻ മാനം കെടാല്ല, വെറുതെ റസൂലുള്ളാഹിയെ അടുത്ത് പോയിട്ട് മാനം കെട്ട് പോരാൻ പറ്റില്ല, ഞാനില്ലേ ഇതിന്. മാനം കെടാണെങ്കിൽ പോയാൽ ഒരു വാക്കല്ലേ, പോയോക്ക്. നിർബന്ധിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയിരുന്നു. ഒറ്റ വാക്ക് മുണ്ടില്ല. കാരണം മുണ്ടാൻ പേടി. ആരോട്? റസൂലുള്ളാഹിനോട്. തല തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന്, അലി എന്താ ചെയ്തു, എന്തിനു കൊണ്ട്? ഇതാളുകൾ തള്ളിയിട്ട് വിട്ടതാ. പക്ഷെ അവിടെ എത്തിയപ്പോ വീരൊക്കെ ചോർന്നുപോയി. ഫാത്തിമ ബീവിനെ എനിക്ക് കെട്ടിച്ച് തരുമോ എന്ന് ചോദിക്കാൻ പേടി. ആർക്ക്? അലിയാർക്ക് റളിയല്ലാഹു അൻഹു. തല നോക്കിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, ഇപ്പൊ എന്തിനാണ് പോണ്? അപ്പോഴും തല നോക്കിയിട്ടുണ്ട്, ഒന്നും മുണ്ടില്ല. പിന്നെ ചോദിച്ചു, ഇപ്പം ഉണ്ട്, എന്തിനാ പോണ്? പിന്നെ ചോദിച്ചു, തുരീദു അൻ തതസവ്വജ ബിൻതി ഫാത്തിമ, നിനക്ക് ഫാത്തിമനെ കെട്ടണം നേറ്റ പൂജയുണ്ടോ? ഞാൻ അങ്ങനെ കാത്തിരിക്കല്ലേ. ഔഹാനി റബ്ബി അൻ ഉസവ്വിജക ബിൻതി ഫാത്തിമ, ഫാത്തിമനെ നിനക്ക് കെട്ടിച്ചേരാൻ അള്ളാന്റെ ഓർഡർ ഉണ്ട്. എങ്ങനെയുണ്ട്? കെട്ടിച്ചു കൊടുത്ത നാട്ടുകാരൊക്കെ കൂടി കല്യാണം കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹി 2 പെണ്ണിനെയാണെന്ന് വിളിച്ച് പറഞ്ഞ്, എന്ത്, നിങ്ങൾ ഒരാളെ ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് ഞാൻ വരണം, ഞാൻ വരാതെ തൊട്ടുപോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇശ നിസ്കാരം കഴിഞ്ഞ് വന്ന് 2 മൂലക്കിരിക്കുക, ആണും പെണ്ണും. ഒരാളെ കൈമ പിടിച്ചിട്ടില്ല. വീട്ടിലേക്ക് കയറി വന്ന് ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ച്, ആ വെള്ളം അങ്ങനെ എടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മന്ത്രിച്ച് 2 മേലേക്ക് കുടഞ്ഞ്, അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് കുടഞ്ഞ്, ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ കുപ്പായ മാറിലേക്ക് കുടഞ്ഞ്, എന്നിട്ട് വാതിൽ റസൂൽ അടച്ച് റസൂൽ ഇറങ്ങിപ്പോന്നു. ആ കുട്ടികളാണ് ഇന്നും ഖിയാമത്ത് നാൾ വരെ അവിടെ നടക്കുന്നത്. ഇതെന്തേ? തോന്നിയത് കെട്ടിയല്ല, അള്ളാഹ് നമ്മ പ്രകാരമുള്ളതാ. അതിൽ 2 ഈറ്റപ്പുലികൾ ഉണ്ടായി, ഹസനും ഹുസൈനും. അതിന്റെ ബാക്കിയാണ് ഖിയാമത്ത് നാൾ വരെ ദുനിയാവ് നിയന്ത്രിക്കുക. നമ്മളെ മുന്നിലും ആ കുട്ടികളെ തന്നെയല്ലേ ഉള്ളത്. എന്തേ നിങ്ങളെന്താ ഇതാ ഷിയാബ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താ വിചാരിച്ചേ? അത് ഇന്നുണ്ടായ മക്കളാ. അവിടുത്തെ ഒരു വാപ്പ എവിടുക്കൊന്നും എത്തൂല, എത്ര വലിയവരാണെങ്കിൽ എത്തൂല. എന്തേ? അതിനൊരു അസലുണ്ട്. ബാപ്പ വല്യാപ്പ ഉമ്മാനെ ജിമായി ചെയ്യുന്നതിന് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞാണ്, എന്ത്, ഒരാളെ ശരീരത്തിൽ തൊട്ടുപോകരുത്, ഞാൻ വരാതെ. എന്നിട്ട് ഹബീബായ റസൂലുള്ള വാതിൽ തുറന്ന് ഉള്ളിൽ കയറി 2 മൂലൊക്കെ ഇരിക്കാണ്. 2 ആളെ കൂട്ടി വിളിച്ച് ഹബീബായ റസൂലുള്ള വെള്ളം മന്ത്രിച്ച്, ഒരാളെ മുഖത്തേക്ക് കുടഞ്ഞ് കുടിക്കാൻ കൊടുത്ത്, ഒരാളെ കുപ്പായമാറിലേക്ക് കുടഞ്ഞ് കുടിക്കാൻ കൊടുത്ത്, എന്നിട്ട് ഹബീബാ നബി ദുആ ചെയ്ത് ഇറങ്ങി വാതിൽ നബി എന്നെ അടച്ച് അങ്ങനെ ഇറങ്ങിപ്പോന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിലുണ്ടായ ആൺകുട്ടികളാണ് ഖിയാമത്ത് നാൾ വരെ ലോകം നിയന്ത്രിക്കുക. ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടല്ലേ മഹദിമാമ വരും. ഏതാണ് ഈ മഹദിമാമ്? പറയാം, ആരെയും മഹദിമാമ? ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി. ഹസൻ ആരാ? ആദ്യം ഉണ്ടായ കുട്ടി. ഹൈദർ ഷിഹാബ് തങ്ങൾ ആരാ? ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി. നിങ്ങൾ ഇതിനൊക്കെ എന്താ മനസ്സിലാക്കണത്? എന്താണ് ഒരു കാര്യത്തിന് അള്ളാന്റെ സമ്മതം ചെയ്യുമ്പോൾ അള്ളാഹ് കയ്യിൽ ഉദ്ദേശം നടപ്പിലാകണം. അള്ളാന്റെ ഉദ്ദേശം നടപ്പിലാണ്ട് അതേ നടപ്പിലാവുള്ളൂ. വിവാഹത്തിന്റെ പരമമായ ലക്ഷ്യം എന്താ? ഒരു പരമ്പര നിലനിൽക്കുക, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ കുടുംബം തീർന്നാ പിന്നെ ദുനിയാവിനേക്കാൾ നല്ലത് ഭൂമിന്റെ അടിയിലാണ്. ഹസന്റെയും ഹുസൈന്റെയും റളിയല്ലാഹു അൻഹുമാ പേരക്കുട്ടികൾ ദുനിയാവിൽ കഴിഞ്ഞാൽ പിന്നെ ഭൂമിന്റെ മുകളിൽ ജീവിക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ ആരാണ്? പിന്നെ ഇവിടുത്തെ കഥ എന്താണ്? പടിഞ്ഞാറ് ഉദിക്കും, എന്ത്, സൂര്യ ഉദിക്കും, കഅബ പൊളിക്കും. ആ കുട്ടികൾ അവസാനിച്ചാൽ അങ്ങനെയാണ് ആ കുട്ടികൾ തമ്മിൽ കൂടിയ ഉമ്മാന്റെയും ബാപ്പാന്റെയും അതിലുണ്ടായ കുട്ടികളാണ് ആര് ഈ ഖിയാമത്ത് നാൾ വരെ നടക്കുന്നത്. എന്തുകൊണ്ട്?
ഇതൊക്കെ അർത്ഥം എന്താണ് വിചാരിച്ച്? എത്ര എത്ര ഹദീസിലെ കിതാബിലാണ് ഈ സംഭവമൊക്കെ ഉള്ളത്. ഈ വിഷയത്തിന് അള്ളാഹ് തെരഞ്ഞെടുത്തത് ആരെയാണ്? ആരെയാണ്? ഓരോ കാര്യം ചെയ്യുമ്പോഴും ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. അള്ളാഹ് തീരുമാനിക്കണം. അള്ളാഹു തീരുമാനിച്ചാൽ ഖൈറുണ്ടാവും, ഇല്ലെങ്കിലോ നമ്മൾ അതുകൊണ്ടാണ് കുടുങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.